ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിശാല് തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ടാണ് താൻ ഇതെല്ലാം ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ് അച്ഛനോടും അമ്മയോടും അതുപോലെ ആന്റിയോടും ഒക്കെ. അപ്പോൾ ആ സമയം ജയബാലൻ പറയുന്നത്, മക്കളെ എന്നോടുള്ള കണക്ക് അത് ഞാൻ വീട്ടിക്കോളാം, അതിൽ മക്കൾ ഇടപെടേണ്ട കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ അത് തന്നെയല്ല, നടു റോട്ടിൽ വെച്ചിട്ട് നിവിൻ അവളോട് കാവേരിയോട് ഐ ലവ് യു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതുമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ രാഗിണി ചേച്ചിയുടെ കാര്യം, രാഗിണി ചേച്ചി നിവിൻ ചേട്ടന് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്, അപ്പോൾ അതെന്താകും എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായി എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറയുമ്പോൾ രാജേശ്വരി ചോദിക്കുന്നുണ്ട്, സത്യമാണോ നിവിനെ വിശാലെ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയബാലൻ പറയുന്നുണ്ട്, അതെന്താ രാജേശ്വരി നിനക്കൊരു സംശയം പോലെ, നടു റോട്ടിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കാർക്കാണോ ഉറക്കൻ ഐ ലവ് യു പറയാൻ പറ്റാത്തത് എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ തല്ലിയത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്, നിവിനേട്ടനും അതുപോലെ അച്ഛനൊക്കെ തന്നെയാണ് എന്നെ തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്, എന്തായാലും വാ മക്കളെ എന്നും പറഞ്ഞ് നമ്മുടെ അവൻ്റെ വിശാലിൻ്റെ അമ്മ അവനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതിനുശേഷം ജയബാലൻ ഇവളോട് പറയുന്നുണ്ട്, ഇനി രാജേശ്വരി നീയാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്നും പറഞ്ഞ് അയാളും അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം യമുനയെ ഇങ്ങനെ പുറത്ത് രാത്രി സമയത്ത് ഇങ്ങനെ നിൽക്കാണ്, ആ പുതപ്പും പുതച്ചങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കാവേരി എവിടേക്ക് വരികയാണ്. എന്താണ് മോളെ ഇവിടെ നിൽക്കുന്നത്, നിന്നെ ഞാൻ എവിടെയൊക്കെ നോക്കി, റൂമിലൊക്കെ നോക്കിയല്ലോ, നിനക്കൊന്ന് കിടന്ന് ഉറങ്ങിക്കൂടെ, ഒന്ന് റെസ്റ്റ് എടുത്തൂടെ, വന്നതിന് ശേഷം റെസ്റ്റ് പോലും എടുത്തില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് യമുന പറയുന്നുണ്ട്, വേണ്ട ചേച്ചി എനിക്ക് പേടിയാണ്, റൂമിൽ അടച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ വാതിൽ ആരെങ്കിലും പുറത്തുനിന്ന് കുറ്റിയിട്ടാലോ ചുമരുകളൊക്കെ എനിക്ക് പേടിയാണെന്ന് പറയുന്നുണ്ട്. അവൻ അത്രയ്ക്ക് മോളെ പേടിപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല മോളെ, മോള് വായോ, ഞാനില്ലേ കൂടെ എന്ന് പറയാണ്. അപ്പോൾ അവൻ പോയോ ചേച്ചി, അപ്പോൾ പോയി മോളെ എന്ന് പറയാണ്. അപ്പോൾ വരുമ്പോൾ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞോളോട്ടാ, ഞങ്ങൾ പറഞ്ഞോളാം, നീ വാ എന്നും പറഞ്ഞ് പിടിച്ച് കൊണ്ടുപോയി അവളെങ്ങനെ ഉറക്കാൻ കിടത്തുന്നുണ്ട്. അങ്ങനെ അവളങ്ങനെ ഉറങ്ങുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ശാരദ ഒരു വെള്ള തുണിയിൽ മുക്കിയിട്ട് അവളുടെ നെറ്റിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിരുന്നു എന്ന് രാധമ്മ പറയുകയാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് നല്ല ചൂട് കണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ, ചൂട് നന്നായി കുറഞ്ഞിട്ടുണ്ട് എന്ന് ശാരദയും പറയാണ്. കൂടെ നിളയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിളയോട് അമ്മൂമ്മയുടെ അരികിൽ പോയി അച്ഛമ്മയുടെ റൂമിൽ കിടന്നോളാൻ ആവശ്യപ്പെടുമ്പോൾ, വേണ്ട അമ്മേ ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് പനി വന്നാലും കുഴപ്പമില്ല, എനിക്ക് യമുനേച്ചിയെ കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ ശാരദയോട് പറയുന്നുണ്ട്, നീ കിടന്ന മോളെ, ഞാൻ ഇവൾക്ക് ഇവിടെ ഇരുന്നോളാം, എനിക്ക് എന്തായാലും ഉറക്കം വരില്ല എന്ന് രാധമ്മ പറയുന്നുണ്ട്. ശരി അമ്മ, എനിക്ക് തണ്ടൽ വല്ലാത്ത ഒന്ന് നീർത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അങ്ങനെ അതിനുശേഷം യമുന വീണ്ടും അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉറക്കത്തിൻ്റെ ഇടയിലൊക്കെ. അതിനുശേഷം കാവേരിയോടും ഗംഗയോടും ചെന്ന് സംസാരിക്കുകയാണ്. അവരങ്ങനെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഉറങ്ങിയില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഉറക്കം വരാനാണ് മോളെ എന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, അവളോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ട എന്ന്, പക്ഷേ അവൾ അത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം ശാരദ പറയാണത് ശരിയാണ്, അവളുടെ കയ്യും കാലൊക്കെ കെട്ടിയിട്ടിട്ടല്ലോ കൊണ്ടുപോയത്, അവൾ സ്വയം ഇറങ്ങിപ്പോയതല്ലേ, അപ്പോൾ അതും പറയാൻ പറ്റില്ല, തെറ്റ് പറയാൻ പറ്റില്ല, നമ്മുടെ ഭാഗത്തുമുണ്ട് തെറ്റ് എന്ന് ശാരദ പറയുമ്പോൾ കാവേരി പറയാണ്, നിങ്ങളിപ്പോൾ യമുനയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറ്റപ്പെടുത്തുന്നതല്ല മോളെ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം അല്ല പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് കാവേരി പറയുമ്പോൾ, വേണ്ട മോളെ അത് പിന്നെ നമ്മൾക്ക് തന്നെയായിരിക്കും നാണക്കേട്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, എന്താ കാര്യം പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവർക്ക് അത്രയധികം പണവും സ്വാധീനമൊക്കെ ഉണ്ട്, കുറച്ച് നാളുകൾക്കുള്ളിൽ അവർ പുറത്തിറങ്ങും, പിന്നെയും നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കും, എന്തിനാ ഇതിന് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം അതിരാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. പനിക്കുന്ന യമുനയും കൊണ്ട് പോയി തിരിച്ചു വരികയാണ്. അപ്പോൾ അയൽവക്കത്തുള്ള ആ സ്ത്രീകൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതേ ആ പെൺകുട്ടിയല്ലേ അത് എന്നിങ്ങനെ പറയണം. വായോ, നമുക്ക് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റിയില്ല, നേരിട്ട് തന്നെ ചോദിക്കാമെന്നും പറഞ്ഞ് ലിസമ്മ എന്ന് പറയുന്ന ചേച്ചിയാണ് മുന്നിൽ തന്നെ നിൽക്കുന്നത്. അങ്ങനെ അവിടെ അതിന് തീരെ കാലോട് നടക്കാൻ പോലും പറ്റുന്നില്ല, പക്ഷേ പരദൂഷണത്തിന് മിടുക്കിയാണ് അവരങ്ങനെ അവിടേക്ക് വരികയാണ്. ആ മാമ അങ്ങനെ അതിനുശേഷം ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല ശാരദ അവിടെ ഒന്ന് നിന്നേ, ആശുപത്രിയിലെ മരുന്നും കവറൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് യമുന എന്ന് പറയുമ്പോൾ, അതെന്തായാലും നന്നായി, എന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാലോ എന്നിങ്ങനെ ആ ലിസ എന്ന് പറയുന്ന ആ ചേച്ചി പറയുകയാണ്. അപ്പോൾ ലിസമ്മ നിങ്ങൾ എന്താ ഈ പറയുന്നത്, അവൾക്ക്
പനി കാരണം കാണിക്കാൻ കൊണ്ടുപോയതാണ് എന്ന് ശാരദ പറയുന്നുണ്ട്. ആ പനി എന്നൊക്കെ എല്ലാവരോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞാൽ മതി മോളെ, അങ്ങനെ തന്നെ മതി, അതാണ് നല്ലത്. എന്തായാലും ആ മറ്റേ ഡോക്ടറെയും കൂടി ഒന്ന് കാണിച്ചോ. എന്നിട്ട് ലിസ ചേച്ചി ചോദിക്കുന്നുണ്ട്, അല്ല എന്തെന്നടിയാ ഡോക്ടറെ പേര്, ഈ പേരെടുക്കുന്ന ഡോക്ടർ എന്നിങ്ങനെ പറയുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയാൻ, അതന്നെ വായേക്കൊള്ളാത്ത പേരാണ്, എന്തായാലും അതിനെയും കൂടി ഒന്ന് കാണിച്ചോ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വാമ്മേ, അപ്പോൾ അതല്ല ഇല വന്ന് മുള്ളിൽ വീണാലോ, മുള്ള് വന്ന് ഇലയിൽ വീണാലോ വെള്ളയ്ക്കാണല്ലോ കേട്, ഇല ഇപ്പോൾ വീണ് കിടക്കുകയാണല്ലോ, നമ്മളത് സംരക്ഷിക്കണം. എന്തായാലും ഒരു രാത്രി കുറേ ആണുങ്ങളുടെ ഒപ്പം കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും വീണ്ടും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാവേരിയും ശാരദയും കൂടി യമുനയെ അങ്ങോട്ട് പിടിച്ചു കൊണ്ട് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് അത് എന്താ അവരുടെ ഒരു അഹങ്കാരം. എന്തായാലും പെണ്ണിന് വയറ്റിലുണ്ടോ എന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും, വയറ്റിലുണ്ടാകുമ്പോഴും പഠിക്കുള്ളൂ അവർ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നാണക്കേടും ആൾക്കാരെ മുന്നിൽ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും പറയുമ്പോൾ നമ്മുടെ കാവേരിക്ക് ദേഷ്യം വരികയാണ്. കാവേരി തിരിഞ്ഞു നിന്നിട്ട് കുറേ കല്ലുകൾ പറക്കി അവർക്ക് നേരെ എറിയുന്നുണ്ട്. എന്നിട്ട് പറയണം, പൊക്കോളം ഇവിടുന്ന് ചിലയ്ക്കുന്ന നാവും കൊണ്ട്, ആ നാവ് ഞാൻ അങ്ങ് ഇനി വല്ലതും മിണ്ടിക്കഴിഞ്ഞാൽ നാവ് ഞാൻ അരിഞ്ഞ് ഞാൻ വല്ല പട്ടിക്കിട്ട് കൊടുക്കും, ചെന്നായ്ക്കളെ പോലെ ഇവിടെ ഒന്ന് കുറയ്ക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിങ്ങനെ. അപ്പോൾ അവരിങ്ങനെ തിരിഞ്ഞു ഓടുന്നുണ്ട്. അപ്പോൾ ലിസമ്മയ്ക്ക് ഓടാനും പറ്റുന്നില്ല, കാലുകൊണ്ട് വയ്യ. മക്കളെ എന്നെ ഒന്ന് പിടിക്കടി, എനിക്ക് വയ്യടി, ഓടാനും പറ്റുന്നില്ലടി എന്നൊക്കെ പറഞ്ഞങ്ങനെ അവരങ്ങനെ ഓടിപ്പോവുകയാണ്. ഇനി വേണ്ടാത്ത വർത്താനം പറഞ്ഞ് ഈ വീട്ടിലെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഞാൻ എന്താ ചെയ്യാന്നറിയാം, ഞാനേ അരവിന്ദന്റെ മകൾ കാവേരിയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങനെ കാവേരി അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ജയപാലനെയും തന്നെയാണ് കാണിക്കുന്നത്. ജയപാലൻ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ജയപാലന്റെ അടുത്തറിയുന്ന ആൾക്കാരൊക്കെ ഫോൺ ചെയ്ത് മകൻ പെണ്ണുകേസിൽ പെട്ടിരുന്ന കാര്യത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയപാലൻ പറയണേ, അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ, അവൻ്റെ വണ്ടിയിൽ പോയപ്പോൾ അവൻ ഒന്ന് തട്ടിയതാണ്, അപ്പം അങ്ങനെ ആക്സിഡന്റ് പറ്റിയതാണ്, വെറുതെ ആൾക്കാർ ഓരോന്ന് പറയുന്നത്. എൻ്റെ മകന് പെണ്ണുകേസിൽ പെടാൻ അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, അവൻ ചെറിയ ചെക്കനല്ലേ എന്നിങ്ങനെ നമ്മുടെ ജയപാലൻ ആ ഫോൺ വിളിച്ച കൂട്ടുകാരനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന വിശാലിന് വിഷമാകാണ്. അപ്പോൾ വിശാൽ പറയുന്നുണ്ട്, അച്ഛാ എന്നോട് ക്ഷമിക്കുക അച്ഛാ, അച്ഛന് വലിയ നാണക്കേടായില്ല, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, അച്ഛൻ്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാമെന്ന് പറയുമ്പോൾ, വേണ്ട മക്കളെ, കാല് പിടിച്ച് മാപ്പൊന്നും പറയണ്ട, അച്ഛൻ ക്ഷമിച്ചു മോനോട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചങ്ങനെ അവൻ്റെ കണ്ണുനീര് തുടച്ചങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ജയപാലൻ്റെ ഭാര്യ അവിടേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, അത് ശരി, അച്ഛനും മോനും ഇപ്പോൾ ഒന്നായോ, ഞാൻ വിചാരിച്ചു ഇന്നലത്തെ വഴക്ക് കണ്ടപ്പോൾ ഇനി ആജീവനാന്തം ശത്രുക്കളായിരിക്കുമെന്ന്, നീ പോടി മന്ദബുദ്ധി എന്ന് ജയപാലൻ ഭാര്യയോട് പറയുകയും പ്രവീണയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രവീണ അങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവനാണ്, ആ തയ്യൽ കട നടത്തുന്നവനാണ് എൻ്റെ മോനെ ഡിക്കിൽ ചവിട്ടി നിർത്തിയിരിക്കുകയായിരുന്നു, വണ്ടിയുടെ ഡിക്കിൽ, അവനെ ഒരുപാട് ഉപദ്രവിച്ചു എൻ്റെ മോനെ എന്നൊക്കെ ഇങ്ങനെ പ്രവീണ പറഞ്ഞ് ജയപാലൻ്റെ മനസ്സിളക്കുന്നുണ്ട്. എന്തായാലും കേസ് കൊടുക്കേണ്ട എന്ന് ഏട്ടൻ പറഞ്ഞെങ്കിലും നമുക്കാണ് തട്ടുകേട് സംഭവിക്കുക, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഈ മകനെ, എൻ്റെ മോനെ തല്ലിയതിന് കേസ് കൊടുത്ത് അവളെ പിടിച്ച് കെട്ടിവലിച്ച് കൊണ്ടുപോയതല്ല, അവളെ ഇഷ്ടത്തിന് എൻ്റെ മോൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതില്ല, അപ്പോൾ അത് കേസ് കൊടുക്കേണ്ടതായിരുന്നു ജയപാലേട്ട എന്നിങ്ങനെ പ്രവീണ പറയുമ്പോൾ നമ്മുടെ ജയപാലൻ അത് ശരിയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ണ് തുറപ്പിച്ച് നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.